ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. സോറി, എനിക്ക് റെഗുലറായിട്ട് ഇടാൻ പറ്റുന്നില്ല. വീഡിയോസ് ഞാൻ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി നോക്കണം. വേറെ ഏതെങ്കിലും സമയത്ത് ഇടാനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കണം. ചിലപ്പോൾ അപ്പോൾ വർക്കൗട്ട് ആവുമായിരിക്കും തോന്നുന്നു. എന്തായാലും നോക്കട്ടെ, ഞാൻ പറ്റുന്നത്ര ഞാൻ ചെയ്യാം മാക്സിമം. സോറി ആക്ച്വലി. ഇന്നത്തെ എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്നാൽ ചോദിക്കാൻ പോകുന്ന ഗൈഡൻസ് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വരുന്നത് നോക്കാം. എന്താ വരാൻ പോകുന്നത്, അതായത് ഇന്ന ദിവസം ഇന്ന ഇതെന്നല്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസ് എന്താണ്, നിങ്ങൾ കാണാത്ത എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് ഓവറോൾ. നമുക്ക് ജനറലായിട്ട് അത് എത്ര കാലത്തിൻ്റെ ഒരു ഇത്ര ടൈം ലിമിറ്റ് എന്ന് പിടിച്ചിട്ടൊന്നുമല്ല. എനിക്ക് ശരിക്കും ജസ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എന്താണ് മാറ്റങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുന്നത്, എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. വാട്ട് ഈസ് കമ്മിങ് ഇൻ യുവർ ലൈഫ്. ഒരു ചേഞ്ചിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് എന്തിനുള്ളതാണ്, എന്താണ്. സോറി, ഞാൻ പറയുന്ന ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓവറോൾ ആണ് ഞാൻ ചോദിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്, യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. വാട്ട് ഈസ് കമ്മിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്കുള്ള മെസ്സേജസ് നോക്കാം നമുക്ക്. ആദ്യം തന്നെ ചാരിയറ്റ് ആണ്. 9 ഓഫ് wands, King of Swords, Star card, High Priestess. ഫസ്റ്റ് തന്നെ ഇപ്പം എനിക്ക് കാണുന്നത് ഒന്ന്, നിങ്ങൾക്ക് വിക്ടറി, സക്സസ്, റെക്കഗ്നിഷൻ, നിങ്ങൾക്ക് യാത്രകൾ. നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സക്സസ്സിലേക്കാണ് യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കുന്നത്. നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് പറയാം. സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടാനും, നിങ്ങൾക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാനോ എന്ത് തരത്തിലായാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു കാർഡാണിത്. നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. മാത്രമല്ല അത് യാത്രകളെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. സോ യാത്ര പോകാനുള്ള സാധ്യത, ഇത് പക്ഷേ യാത്ര എന്നൊക്കെ പറയുമ്പോൾ അടുത്തുള്ള കാര്യങ്ങളായിരിക്കാം. ബട്ട് ഓവറോൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സ് അതാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതിവിടെ വളരെ ഹാപ്പി ആയിട്ട് സണ്ണിൻ്റെ ഒരു എനർജിയൊക്കെ ഉണ്ട്. ഇത് പറക്കുന്ന പോലെയാണ്. ഇത് കുതിര, ഈ ഒരു ചാരിയറ്റ് ഓടുക കൂടിയില്ല, പറക്കുകയാണ് ചെയ്യുന്നത്. സോ അത്രയും ഒരു ഗ്രോത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളർച്ചകൾ, നിങ്ങളുടെ ജോലിയിലാണെങ്കിൽ, സോറി ചില സമയത്ത് സംസാരിക്കുമ്പോൾ ജോലിയിലാണെങ്കിൽ പ്രൊമോഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, ജീവിതത്തിൽ ഓവറോൾ നിങ്ങൾക്കൊരു വളർച്ച എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ പക്ഷേ ചില വാർണിങ്സ് ഉണ്ട് യൂണിവേഴ്സിൻ്റെ. നിങ്ങളെ തന്നെ റെസ്ട്രിക്ട് ചെയ്ത് വെക്കേണ്ട എന്ന രീതിക്ക് പറയാം. മേ ബി എവിടെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നും നിങ്ങൾ അറിയണം. നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾ അവനവനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആക്ച്വലി എന്തും ചെയ്യാൻ പേടി വേണ്ട എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഫിയേഴ്സ് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യേണ്ട. കാരണം ഇവിടെ ഏഞ്ചൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഒരു ഏഞ്ചൽ ഉണ്ട്, ദൈവമുണ്ട്, യൂണിവേഴ്സ് ഉണ്ട്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറെ കൂടി ബോൾഡ് ആവൂ എന്ന് പറയാം. സിമ്പിളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ബോൾഡായിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കൂ. എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പ്. നിങ്ങൾ അവനവനെ റെസ്ട്രിക്ട് ചെയ്ത് നിർത്തണ്ട. നിങ്ങളുടെ കഴിവുകൾ പുറത്തു വരട്ടെ. നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ള ആഗ്രഹമുള്ള അത് പുറത്തു വരട്ടെ. അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഇവിടെ കിങ് ഓഫ് എയർ ആണ്. കിങ് ഓഫ് സോഡ്സ് എന്ന എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കുന്ന കാര്യമാണ്. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവൂ എന്ന രീതിക്ക് ഐ തിങ്ക് ഇവിടെ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് വരുന്നതാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ഉണ്ടാവും. ഉറപ്പിച്ച് നിങ്ങൾക്ക് അറിയാം എനിക്ക് ഇന്ന കാര്യമാണ് വേണ്ടത് എന്ന് ഐ തിങ്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റി വരുമ്പോൾ നമുക്ക് ആക്ഷൻ എടുക്കാനും പറ്റും. എൻ്റെ ഇവിടെ സ്റ്റാർ ആണ്. സോ പ്രതീക്ഷ എന്ന് പറയുന്നില്ല, ഇവിടെ എനിക്ക് നിങ്ങളുടെ ഒരു ഗ്രോത്ത് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ചാരിയറ്റും സ്റ്റാറും ഒക്കെ പറയുമ്പോൾ ഇവിടെ സൺ ഉണ്ട്, ഇവിടെ സ്റ്റാർ ഉണ്ട്. സോ എവിടെയോ നിങ്ങളുടെ ഒരു ഗ്രോത്ത് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മേ ബി നല്ല രീതിയിൽ ഈവൻ സ്റ്റാർ ലെവലിലേക്ക് എത്താനുള്ള എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കെങ്കിലും മേ ബി നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടാം. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടും നിങ്ങളെന്ന് പറയാം. മേ ബി നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും, മറ്റുള്ളവർ നിങ്ങളെ മാനിക്കുമെന്ന് പറയാം. ഏതൊരു കുറച്ച് പേർക്ക് നല്ലോണം സ്റ്റാർ ലെവലിൽ വരെത്താനുള്ള സാധ്യതയുമാണ്. സോ അതും വിട്ടുകളയണ്ട. കുറച്ച് പേർക്ക് ഇവിടെ
ആൻഡ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇപ്പോൾ വളരെ ഹൈ ആണ്. ഇവിടെയും സൺ ഉണ്ട്. ഓക്കെ, ഇത് ശരിക്കും വളരെ നോളജബിൾ ആയിട്ടുള്ള വ്യക്തിയാണെന്നാണ് പറയുക. വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഇൻറ്റ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ കാര്യങ്ങൾ നമുക്ക് അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ക്ലാരിറ്റി, ചിന്തകളുടെ ക്ലാരിറ്റി. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് തന്നെ ചില എല്ലാം നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണോ നിങ്ങൾക്ക് വേണ്ട, ആ നോളജ് എല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. ഓക്കെ, ഓൾറെഡി ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ആൻഡ് അത് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. നിങ്ങളുടെ കഴിവുകൾ എന്താണ് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. ഒരു സ്പിരിച്വൽ കുറച്ചുകൂടി ഗ്രോത്ത് ആയിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, സ്പിരിച്വൽ ഗ്രോത്ത് ആയിരിക്കാം. നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്ഷൻ വരാം. ഓക്കെ, യൂണിവേഴ്സുമായിട്ട് കണക്ഷൻ വരുമ്പോൾ ശരിക്കും യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യും. വേറൊരാളുടെ ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഓക്കെ, അവനവൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ഒരു നിങ്ങൾക്കെല്ലാം തിരിച്ചറിയാൻ സാധിക്കും. എന്താണ് ഞാൻ ജീവിതത്തിൽ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് ഐ തിങ്ക് നോളജ് കിട്ടും. ആ നോളജ് വെച്ച് വിസ്ഡം എന്ന് പറയുന്നുണ്ട്. നല്ലോണം ലൈക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള നോളജും ആയിരിക്കാം. അത് മാത്രമല്ല, ഇത് ശരിക്കും നമ്മളൊരു യൂണിവേഴ്സൽ ഒരു നോളജ് എന്ന രീതിക്കാണ് നമ്മൾ പറയാം. ഓക്കെ, ജീവിതം അതായത് ഓരോ കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. ഓക്കെ, ആ ഒരു നിങ്ങൾക്കറിയാം ചിലപ്പം ഇന്ന കാര്യം നടക്കാൻ പോണു എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് നേരത്തെ മനസ്സിലാവും. അങ്ങനെയാവാം. അത്രത്തോളം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഹൈ ആയിരിക്കും. പക്ഷെ നിങ്ങളത് ട്രസ്റ്റ് ചെയ്യുന്നില്ല. അവിടെ അതാ പ്രശ്നം വരുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് വരികയാണ്, ഇതിൻ്റെ വെറുതെ തോന്നലാണോ എന്നുള്ള രീതിക്ക് നിങ്ങൾ ചിന്തിച്ചു പോകണം. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, അത് നിങ്ങളെ കറക്റ്റ് ആയിട്ടുള്ള വഴിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യും, നിങ്ങളുടെ ഗ്രോത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ആക്ഷൻ എടുക്കാൻ കൂടി നിങ്ങൾ തയ്യാറാവുക. നിങ്ങൾ പേടിച്ച് നിൽക്കരുത്. ഓക്കെ, നിങ്ങളോട് പറയുന്ന ആക്ഷൻ എടുക്കാനാണ്. ആക്ച്വലി നിങ്ങളുടെ ഗ്രോത്ത് ഐ ഫീൽ ഈ സ്റ്റാർ കാർഡ് എനിക്ക് വളരെ സ്റ്റാറും സണ്ണും ഒക്കെ ഇതിൽ എനിക്ക് എടുത്ത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് കാണുമ്പോൾ. എനിക്ക് എന്തായാലും വിക്ടറി, സക്സസ് ഒക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് എത്തിക്കണമെങ്കിൽ പക്ഷെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ബൗണ്ടറി നിങ്ങൾ വെക്കാതിരിക്കുക, നിങ്ങളെ തന്നെ റെസ്ട്രിക്ട് ചെയ്ത് നിങ്ങൾ നിൽക്കാതിരിക്കുക. ഓക്കെ, ആക്ഷൻ എടുക്കാൻ തുടങ്ങുക, സ്ട്രോങ് ആവാൻ തുടങ്ങുക. ആൻഡ് ഈ സ്ട്രോങ് നമ്മൾ എപ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ സ്ട്രെങ്ത് എപ്പോഴാണ് വരിക, നമുക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ എപ്പോഴാണ് സാധിക്കുക? നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സത്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് വരാം, അല്ലേ? ആ കോൺഫിഡൻസ് വെച്ചിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക, എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാൻ സാധിക്കാം. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. വേറെന്താണ് യൂണിവേഴ്സ് തരുന്നത്? സെവൻ ഓഫ് വാൻഡ്സ്, മൂൺ കാർഡ്, ക്ലാരിറ്റി വരുന്നതായിട്ട് 7 വീണ്ടും ഉണ്ട്. ഓക്കെ, ജസ്റ്റിസ്, ക്വീൻ ഓഫ് വാവ്, ക്വീൻ ഓഫ് സോർട്സ് എനർജി ഉണ്ട് ഇവിടെ. രണ്ട് തരത്തിൽ പറയും ഞാൻ. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല ഇതിൽ. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ എന്നോട് കാർഡ്സ് പറയുന്നത്. ഓക്കെ, കാർഡ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് എന്താണ് ശരി, നിങ്ങളുടെ ശരികൾ എന്താണ്, ഓക്കെ, അത് നിങ്ങൾ സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ പറയാൻ തുടങ്ങും. ചാലഞ്ചസ് ഉണ്ടാവും നിങ്ങളുടെ മുമ്പിൽ, അതിനെ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാവും. അഗൈൻ കിങ് ഓഫ് സോർട്സ് എനർജി ഉണ്ടായിരുന്നു ഇവിടെ. സോ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യും. നിങ്ങളെ ആരെങ്കിലും ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും പറഞ്ഞു, ചെയ്തു, നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്യുന്നു, നിങ്ങളുടെ കാര്യങ്ങളിൽ തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളെ മോശമായിട്ട് പറയും, എന്ത് തന്നെ ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടങ്ങളിൽ നിങ്ങൾ അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങുകയാണ്. എനിക്ക് ഇന്നതാണ് വേണ്ടത്, എനിക്ക് ഇന്ന കാര്യമാണ് കറക്റ്റായിട്ട് തോന്നുന്നത്, എനിക്ക് ശരിയല്ലാത്തത് ഞാൻ ചെയ്യില്ല എന്ന രീതിക്ക് ഐ തിങ്ക് നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങൾ അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങുന്നുണ്ട്. അത് ആണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള മെയിൻ റീസൺ ഐ തിങ്ക്. ഓക്കെ, ആൻഡ് ഇവിടെ മൂൺ കാർഡ് ഉണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ആദ്യം കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ ചില കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ദറ്റ് എന്താണ് നടക്കുന്നത്, ചിലപ്പോൾ ക്ലാരിറ്റി കിട്ടി കാണില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. കുറേ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ജോലിയിലോ കരിയറിലോ പഠിക്കാനായാലും റിലേഷൻഷിപ്പിലായാലും മേ ബി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, ഞാൻ ഇന്ന വഴിക്ക് പോകണോ, ഇന്ന കാര്യം ചെയ്യണോ, ഇന്നത് വേണോ, ജോലിക്ക് പ്രയോറിറ്റി കൊടുക്കണോ, റിലേഷൻഷിപ്പിന് പ്രയോറിറ്റി കൊടുക്കുന്നു. ഒരുപാട് കൺഫ്യൂഷൻ സമയം എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ആൻഡ് ഒരു തരത്തിൽ ഡേ ഡ്രീമിംഗ് എന്ന് ഞാൻ പറയുന്നില്ല, കൺഫ്യൂഷനാണ് എനിക്ക് കൂടുതലും തോന്നുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ക്ലാരിറ്റി കിട്ടായ്മ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ പറഞ്ഞു ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ ഒരു മനസ്സ് ഇത്രയും കാലം നമ്മൾ പറയില്ല, ഒരു ക്ലൗഡഡ് ആയിട്ടിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമല്ലാത്ത രീതിക്ക് നിങ്ങൾക്ക് ഇരുന്നു എന്ന് വിചാരിക്കാം. ഇതാണോ ശരി, അതാണോ ശരി, അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, അധികം കൺഫ്യൂസ് ആയി പോയിട്ടുണ്ടെങ്കിൽ ആ കൺഫ്യൂഷന് നിങ്ങൾ പുറത്തു വരികയാണ്. അഗൈൻ ഈ എനർജിയും നിങ്ങളുടെ തന്നെ ഞാൻ കണക്കാക്കുന്നുള്ളൂ എന്ന്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവാം, അതും പറയാം. ഓക്കെ, എനിവേ ഐ തിങ്ക് നിങ്ങളുടെ മൈൻഡിൽ ക്ലാരിറ്റി വരികയാണ്. ഓക്കെ, ഈ ഒരു കൺഫ്യൂഷൻ മാറിയിട്ട് മൂൺ മാറി സൺ വരുന്ന പോലെ. ഓക്കെ, സോ മൂണിൽ നിന്ന് ഞാൻ പറയില്ലേ, നിങ്ങൾ ക്ലാരിറ്റി കിട്ടുക തന്നെയാണ് നിങ്ങൾക്ക്. ഞാൻ എന്താണ്, അല്ലെങ്കിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, എനിക്കെന്താ വേണ്ടത്, അതിനുവേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ നിങ്ങൾ പേടിക്കാതെ ധൈര്യത്തോടെ ഐ തിങ്ക് മുന്നോട്ട് പോകുന്നതാണ്. ജസ്റ്റിസ്,
നിങ്ങൾക്ക് ന്യായം വേണമെന്ന് നിങ്ങളിപ്പോൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും അന്യായം നടന്നിട്ടുണ്ടെങ്കിൽ, അത് ഏത് കാര്യത്തിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അന്യായങ്ങൾ നിങ്ങൾക്ക് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഇപ്പോൾ തയ്യാറാണ്. ആൻഡ് ജസ്റ്റിസ് യൂണിവേഴ്സ് തരും, അത് വേറെ കാര്യം. ഓക്കെ, ദ ലോ കർമ്മ എന്നൊക്കെ ഉണ്ട്. നിങ്ങളെ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള കർമ്മ യൂണിവേഴ്സ് നോക്കിക്കോളും. അത് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക അതിനെക്കുറിച്ച്. ഓക്കെ, നിങ്ങൾ ആക്ഷൻസ് എടുക്കുക, നിങ്ങളുടെ ലൈഫിനെ നിങ്ങളുടെ കയ്യിലെടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ശരി തോന്നുന്നത്, എന്താ തെറ്റ് തോന്നുന്നത്, അതിനൊക്കെ നിങ്ങൾ അവിടെ ശരിക്കും നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്ന പോലെയാണ്. ആൻഡ് ആ ഫൈറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റിസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും ചെയ്യും. ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് എയർ ഒന്നുമില്ലെങ്കിൽ ഇത് നിങ്ങളുടെ തന്നെ എനർജി ആയിരിക്കാം. ഓക്കെ, ലൈക്ക് കിങ് ഓഫ് എയർ ഉണ്ട്, ക്വീൻ ഓഫ് എയർ ഉണ്ട്. മേ ബി നിങ്ങളുടെ ഉള്ളിൽ ഒരു ബാലൻസ് വരുന്നതായിരിക്കാം. ഓക്കെ, നമ്മൾ കിങ് ഓഫ് എയർ പറയുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ഒരു മെൻ എന്ന രീതിക്ക് എടുക്കുമ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് വളരെ ബോൾഡായിട്ടൊരു വ്യക്തി എന്ന് പറയാം. ക്വീൻ ഓഫ് എയർ എങ്ങനെയാണ്? ക്വീൻ ഓഫ് എയറും ബോൾഡൊക്കെ ആയിരിക്കും, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു ലേഡി അല്ലേ, അപ്പോൾ അതിൻ്റെതായ ഒരു ഇമോഷൻസ് അവരുള്ളിൽ ഉണ്ടാവും അല്ലേ. സോ അത് രണ്ടും കൂടി നമ്മൾ പറയുമ്പോൾ മേ ബി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഓക്കെ നിങ്ങൾ ആ ഒരു എനർജി ബാലൻസിലേക്ക് വരുന്നതായിരിക്കാം. നിങ്ങളുടെ ഇമോഷണൽ സൈഡ്, പ്രാക്ടിക്കൽ സൈഡ്. ഓക്കെ, ഇത് വേറെ രീതിയിൽ ഇത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ഇപ്പോൾ ഒരു ഫൈറ്റ്, അതിപ്പോൾ ലേഡീസ് ആവണമെന്നില്ല, ലേഡീസ് ജെൻസ് എന്തോ ആയിക്കോട്ടെ, നിങ്ങളെ ഫാമിലി കൊളീഗ്സ് ഫ്രണ്ട്സ് ആരോടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഫൈറ്റ് ആണെങ്കിൽ ആ ഫൈറ്റിൽ ഓക്കെ നിങ്ങൾ ആ ഒരു എന്തെങ്കിലും അങ്ങനെ ഒരു തർക്കമോ കാര്യങ്ങളോ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുമെന്ന് പറയാം. ഓക്കെ, അത് ജസ്റ്റ് കുറച്ച് പേർക്ക്, എല്ലാവർക്കും അല്ല. ഓക്കെ, ഓവറോൾ പറയുമ്പോൾ നിങ്ങളുടെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു കഴിവ്, പവർ ഓക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ആ പവർ റിയലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇവിടെ യൂണിവേഴ്സായിട്ട് ജസ്റ്റിസ് കൊണ്ടുവരും. നിങ്ങൾ ന്യായത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുമ്പോൾ ഇതിൽ വാള് നോക്കൂ, ഇത് രണ്ടിലും ഇങ്ങനെ താഴേക്ക് വെച്ചിട്ടുണ്ട്, പക്ഷെ ജസ്റ്റിസ് ഇവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റിസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, സോ ഡോണ്ട് വറി. അപ്പം നിങ്ങൾ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ന്യായം വരുന്നു എന്ന രീതിക്കാണ്, നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നു, നിങ്ങൾക്ക് എന്ത് തരത്തിലായാലും. ഓക്കെ, ബട്ട് അതിന് ഈ ഒരു പീരീഡ് മാറാനുണ്ടായിരുന്നു, ഈ ഒരു മാറ്റങ്ങൾ വരാനുണ്ടായിരുന്നു. ഐ തിങ്ക് നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾ അവനവന് വേണ്ടി സ്റ്റാൻഡ്, മേ ബി നിങ്ങളുടെ സ്വന്തം ലൈക്ക് ഞാൻ എന്താണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് കാണാം. അതിൻ്റെ ആയിരിക്കും സെൽഫ് വാല്യൂവിലേക്ക് വന്നതായിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഏഞ്ചൽ ആൻസേഴ്സിനൂടി ഞാനൊന്ന് എടുക്കുന്നുണ്ട്. എന്ന് കുറേ ദിവസമായി കാർഡ് എടുത്തിട്ട് ഞാൻ ചിലപ്പോൾ റീഡിങ് പോസ്റ്റ് ചെയ്യുന്ന സമയത്തിന് ഒന്ന് മാറ്റിയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. എനിക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം നോക്കണം. എനിവേ നോക്കാം, അപ്പോൾ തൽക്കാലം ഇങ്ങനെ പോട്ടെ, ഞാൻ പറ്റുന്ന പോലെയൊക്കെ. ഓക്കെ, ലെറ്റ്സ് സീ ഏഞ്ചൽ ആൻസേഴ്സ് നിങ്ങൾക്ക് എന്താ വരുന്നത്. ഇഫ് യു ബിലീവ്, വെരി ഗുഡ്. സ്റ്റാർ ആണ് ഇവിടെ, വെരി ഗുഡ്. നിങ്ങളുടെ ആഗ്രഹം നടക്കുമെന്നും പറയാം കേട്ടോ. സ്റ്റാർ കാർഡ് ഞാനത് പറയാൻ മറന്നുപോയി. ഓക്കെ, യെസ്, നിങ്ങളുടെ വിഷ് നടക്കുന്ന കാര്യം പറയാം. ഇറ്റ്സ് അപ് ടു യു അഗൈൻ. ഓക്കെ, ഇഫ് യു ബിലീവ് ആൻഡ് ഇറ്റ്സ് അപ് ടു യു, നിങ്ങളുടെ കയ്യിലാണ്. പീസ്ഫുൾ റെസൊല്യൂഷൻ. ഓക്കെ, ഒരു യെസ് കാർഡ് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ അതിനൊരു യെസ് ഇവിടെ തന്നിട്ടുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. നമ്മുടെ ഇൻറ്റ്യൂഷൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നുണ്ട്. ഫോർഗിവ്നെസ്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ ഫോർഗിവ്നെസ് കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. ഒരു യെസ്സും കൂടി ഉണ്ട്. വാവ്, 2 യെസ് ആണ്. നോ ഉണ്ട് കേട്ടോ അതിൽ, ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്, നമ്മൾ നോക്കാൻ പോണ്ട, ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, 2 യെസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഡബിൾ കൺഫർമേഷൻ, ഡബിൾ യെസ് ഇവിടെ യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. ആക്ച്വലി ഇതിൽ ഒരു സമാധാനത്തിൻ്റെ പ്രാവ് ഇവിടെ ഉണ്ട്. പീസ് പറയാം. ഇവിടെ 2 ചോയ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 പേര് തമ്മിലുള്ള ചൂസിങ് അല്ലെങ്കിൽ 2 കാര്യങ്ങൾ തമ്മിലുള്ള ചോയ്സിൻ്റെ ആണെങ്കിൽ ഇവിടെയും ഒരു യെസ് ഉണ്ട്. സോ ഓക്കെ, നിങ്ങൾ ആലോചിച്ചോളാം നിങ്ങൾക്ക് എങ്ങനെയാണ്. ഓക്കെ, ആൻഡ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്ക് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ആരുടെങ്കിലും ഹെൽപ്പ് ചോദിക്കാം, ഗൈഡൻസ് ആരുടെങ്കിലും എടുക്കാം. ലൈക്ക് മേ ബി വല്ല കൗൺസിലേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആരോടെങ്കിലും വീട്ടിൽ വലിയവരോടോ ഒക്കെ ആരോടെങ്കിലും, അല്ലെങ്കിൽ ഹെൽപ്പ് ആരോടെങ്കിലും ഒക്കെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഹെൽപ്പ് ചോദിക്കാം. ഫോർഗിവ്നെസ് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളെ ഇപ്പം എന്തെങ്കിലും വേദനിപ്പിച്ച കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, അതിനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട നിങ്ങൾ. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടതിൽ കിങ് ഓഫ് സോർട്സ്, ക്വീൻ ഓഫ് സോർട്സ് എന്നപ്പോൾ ആരോടെങ്കിലും സപ്പോസ് നിങ്ങളൊരു വഴക്കോ പ്രശ്നങ്ങളോ ആണെങ്കിൽ അതിനെ നിങ്ങൾ മനസ്സിൽ നിന്ന് ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, അപ്പോഴേ അവിടെ സിറ്റുവേഷൻ ഒരു സൊല്യൂഷൻ കിട്ടുള്ളൂ. ഒന്ന്, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നേടും എന്നാണ്. ഇഫ് യു ബിലീവ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നേടാനുള്ള കഴിവ് യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ലൈക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കണം. സോറി, ഈ ഹെൽപ്പ് വേറെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇത് വേറെയാണ്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നേടാൻ ആദ്യം നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു.
ഇപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ്റെ ഇവിടെ പീസ്ഫുൾ റെസൊല്യൂഷൻ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരുടെയെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ എവിടെയെങ്കിലും ഓഫീസിലോ കൊളീഗ്സിൻ്റെ അടുത്തോ ഫാമിലിയിലോ ഇഷ്യൂസ് നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പീസ്ഫുൾ റെസൊല്യൂഷൻ വരും. നിങ്ങളുടെ ലൈഫിലായാലും ജനറലി നമ്മൾ സംസാരിക്കുമ്പോഴായാലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ആയിട്ട് വരും എന്നുള്ളൊരു കാർഡാണ് ഇവിടെ. ആൻഡ് ഇവിടെ യെസ്സും ഉണ്ട്. സോ ആൻഡ് ഇതിലും സമാധാനത്തിൻ്റെ കാര്യമാണ്. പീസ്ഫുൾ റെസൊല്യൂഷൻ, പീസ്ഫുൾ, അത് രണ്ടും പീസിൻ്റെ കാര്യം കാണുന്നുണ്ട്. രണ്ടിലും റെയിൻബോ ഉണ്ട്, പ്രോമിസസ് ഉണ്ട്. ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രോമിസ് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കൊരു പ്രതീക്ഷ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ സയൻസ് കാണുന്നുണ്ടാവാം, പ്രാവിനെ കണ്ടിട്ടുണ്ടാവാം നിങ്ങൾ റീസെൻ്റ്ലി, അല്ലെങ്കിൽ റെയിൻബോ കാണുന്നുണ്ടാവാം. എനിക്ക് റെയിൻബോ കാണാനുള്ള സാധ്യതയില്ല, കുറവാണ്. എന്നാലും മേ ബി പറയാൻ പറ്റില്ലല്ലോ, പെട്ടെന്നായിരിക്കും ചിലപ്പോൾ. അതിപ്പോൾ റെയിൻബോ കാണാൻ മാനത്ത് കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ഫോട്ടോ കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എൻ്റെ ഇവിടെ ഇത് സംഭവിക്കാറുണ്ട്. ഇവിടെ ഒരു ഇതിരിക്കുന്നില്ലേ, ഇതിൽ കൂടി ഇവിടെ ചിലപ്പോൾ ആ ഒരു റേസ് ഇങ്ങനെ സൂര്യൻ്റെ രശ്മി ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ അടിച്ചാൽ ഇതിലെനിക്ക് റെയിൻബോ കാണാറുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ റെയിൻബോ ഇങ്ങനെ അടിക്കാറുണ്ട്. ഓക്കെ, സോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആവാം, പറയാൻ പറ്റില്ല. ഓക്കെ, സോ റെയിൻബോസ് ഇവിടെ സൈനായിട്ട് ഉണ്ടാവാം. ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന രീതിക്ക് എടുത്തോളൂ. ഓക്കെ, ആൻഡ് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ കേൾക്കുക. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എന്താ പറയുന്നത് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങാം. യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് നോളജ് തരുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളുടെ ക്ലാരിറ്റി. ഇവിടെ കാണുന്നുണ്ടോ കാർഡ് എന്ന് എനിക്കറിയില്ല, ഐ എം നോട്ട് ഷുവർ. ഇവിടെ ഒരു ഏഞ്ചൽ നിന്നിട്ട് ബ്ലസ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാ നോളജും, നിങ്ങൾക്ക് വേണ്ട ക്ലാരിറ്റിയും, നിങ്ങൾക്ക് അറിയേണ്ട എന്തൊക്കെയാണോ എല്ലാം യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, മെഡിറ്റേഷനിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. എന്തായാലും പീസ്ഫുൾ റെസൊല്യൂഷൻ വരുന്നുണ്ട് ആൻഡ് നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾക്ക് നേടും എന്നാണ് പറയുന്നത്. സോ ഓക്കെ, നിങ്ങൾ ധൈര്യത്തിൽ മുന്നോട്ട് പോവാം. ഓക്കെ, അവനവനെ നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യേണ്ട, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. എല്ലാം പോസിറ്റീവായിട്ട് വരട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.